ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. നോട്ട് യെറ്റ്, ഇതുവരെയില്ല. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെ കേട്ടാ. നോട്ട് യെറ്റ്, ഇതുവരെ ഇല്ല. സ്പീക്ക് ഔട്ട്, തുറന്നു പറയൂ. സ്പീക്ക് ഔട്ട്, ഒരു പ്ലീസും കൂടി ചേർത്താൽ ഉഷാറായി. സ്പീക്ക് ഔട്ട് പ്ലീസ്, ദയവായി തുറന്നു പറയൂ. ഹെൻസ് മോർ, ഇനി മേലിൽ. ഹെൻസ് മോർ, ഇനി മേലിൽ. ഡോണ്ട് വിസിറ്റ് ഹെൻസ് മോർ, ഇനി മേലിൽ അവിടെ വരരുതെന്നൊക്കെ പറയൂലേ, പോകരുത്, വരരുത്. ഹെൻസ് മോർ, ഇനി മേലിൽ. വാട്ട് ദെൻ, എങ്കിൽ എന്താ. വാട്ട് ദെൻ, എങ്കിൽ എന്താണ്. ദിസ് ഈസ് മൈൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ദിസ് ഈസ് മൈൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ഓൾ ഓഫ് യു, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്, അല്ലേ? എന്താണ് ഓൾ ഓഫ് യു? നിങ്ങളെല്ലാവരും. ഓൾ ഓഫ് യു മീൻസ് നിങ്ങൾ എല്ലാവരും. നോട്ട് യെറ്റ്, ഇതുവരെ ഇല്ല. സ്പീക്ക് ഔട്ട്, തുറന്നു പറയൂ. ഹെൻസ് മോർ, ഇനി മേലിൽ. വാട്ട് ദെൻ, എങ്കിൽ എന്താണ്. ദിസ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ഓൾ ഓഫ് യു, നിങ്ങൾ എല്ലാവരും. നോട്ട് എ ബിറ്റ്, തീരെയില്ല. നോട്ട് എ ബിറ്റ്, തീരെയില്ല എന്ന് പറയില്ലേ, തീരെയില്ല. നോട്ട് എ ബിറ്റ്. വാട്ട് എ പിറ്റി, എന്തൊരു കഷ്ടം. വാട്ട് എ പിറ്റി, വല്ലാത്തൊരു വേദന വരുമ്പോൾ നമ്മൾ പറയൂലേ, ഓ വാട്ട് എ പിറ്റി, എന്തൊരു കഷ്ടമാണ്. വാട്ട് എ പിറ്റി. വാട്ട് എ ഗുഡ് ഐഡിയ, ഉഗ്രനാശയം. നല്ല പരിപാടിയാണ്, നല്ല ആശയമാണ്. വാട്ട് എ ഗുഡ് ഐഡിയ. വാട്ട് എ ഗുഡ് ഐഡിയ. സോ ഫാർ സോ ഗുഡ്. സോ ഫാർ സോ ഗുഡ്, പുരോഗതി തൃപ്തികരമാണ്. സോ ഫാർ സോ ഗുഡ്, പുരോഗതി തൃപ്തികരമാണ്. വാട്ട് ഈസ് ഇൻ എ നെയിം. വാട്ട് ഈസ് ഇൻ എ നെയിം, ഒരു പേരിൽ എന്തിരിക്കുന്നു. ഒരു പേരിൽ എന്തിരിക്കുന്നു. വാട്ട് ഈസ് ഇൻ എ നെയിം, ഒരു പേരിൽ എന്തിരിക്കുന്നു. മേക്ക് ഇറ്റ് ഫാസ്റ്റ്, വേഗമാകട്ടെ, വേഗത്തിലാകട്ടെ, വേഗം ആകട്ടെ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അറ്റ് വാട്ട് ടൈം, എത്ര മണിക്ക്. അറ്റ് വാട്ട് ടൈം, എത്ര മണിക്ക്. നമ്മൾ എത്ര മണിക്കാണ് പരിപാടി. അറ്റ് വാട്ട് ടൈം, എത്ര മണിക്ക്. ബൈ ചാൻസ്, സന്ദർഭവശാൽ. ബൈ ചാൻസ്, സന്ദർഭവശാൽ. നോട്ട് എ ബിറ്റ്, തീരെയില്ല. വാട്ട് എ പിറ്റി, എന്തൊരു കഷ്ടം. വാട്ട് എ ഗുഡ് ഐഡിയ, ഉഗ്രൻ ആശയം. സോ ഫാർ സോ ഗുഡ്, പുരോഗതി തൃപ്തികരമാണ്. വാട്ട് ഈസ് ഇൻ എ നെയിം, ഒരു പേരിൽ എന്തിരിക്കുന്നു. മേക്ക് ഇറ്റ് ഫാസ്റ്റ്, വേഗമാകട്ടെ. അറ്റ് വാട്ട് ടൈം, എത്ര മണിക്ക്. ബൈ ചാൻസ്, സന്ദർഭവശാൽ. നത്തിങ് ടു വറി. നത്തിങ് ടു വറി, വിഷമിക്കാനൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കും, ഡോക്ടർ എന്താണ് വിശേഷം. പറഞ്ഞ് നത്തിങ് ടു വറി, വിഷമിക്കാനൊന്നുമില്ല. അപ്പോൾ കുറവുണ്ട് അല്ലേ. നത്തിങ് ടു വറി, വിഷമിക്കാൻ ഒന്നുമില്ല. ഫോർ ഗിവ് മീ, എന്നോട് ക്ഷമിക്കൂ. ഫോർ ഗിവ് മീ, എന്നോട് ക്ഷമിക്കൂ. നമുക്ക് അവസാനം ഒരു പ്ലീസ് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഭംഗിയാകും. ഫോർ ഗിവ് മീ പ്ലീസ്, എന്നോട് ക്ഷമിക്കൂ. ദാറ്റ് ഈസ് ഇനഫ്, ഇത്രയും മതി കേട്ടോ, ഇത്രയും മതി. ഓ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പറയില്ലേ, മോനെ ഇത് കൂടി കഴിക്കണോ. ഓ ഇറ്റ്സ് ഇനഫ്. ഇറ്റ്സ് ഇനഫ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ്, അതിന് ദാറ്റ്സ് ഇനഫ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് നമ്മൾ പറയില്ല, സംസാരിക്കുമ്പോൾ ദാറ്റ്സ് ഇനഫ് അല്ലെങ്കിൽ ഇറ്റ്സ് ഇനഫ്, ഇറ്റ് ഈസ്. ഈസ് ഇറ്റ് ഇനഫ്, ഇത് മതിയോ. ഈസ് ഇറ്റ് ഇനഫ്, ഇത് മതിയോ. നോ അതർ വേ, മറ്റു വഴിയൊന്നുമില്ല. മറ്റു വഴി ഇല്ല. നോ അതർ വേ. എക്സാക്ട്ലി, തീർച്ചയായും. ഷുവർലി, ഓഫ് കോഴ്സ്, ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. തീർച്ചയായും എന്നുള്ളതിന് എക്സാക്ട്ലി,
തീർച്ചയായും. ജസ്റ്റ് കം ഇൻ, ഇപ്പം വരാട്ടാ. ജസ്റ്റ് കം ഇൻ, ഇപ്പം വരാം. പറയുമ്പോൾ ജസ്റ്റ് കം ഇൻ, ജസ്റ്റ് കം ഇൻ, ഇപ്പം വരാം. നത്തിങ് എൽസ്, മറ്റൊന്നുമില്ലട്ടാ. നത്തിങ് എൽസ്, മറ്റൊന്നും ഇല്ല. നത്തിങ് ടു വറി, വിഷമിക്കാനൊന്നുമില്ല. ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ. ദാറ്റ്സ് ഇനഫ്, ഇത്രയും മതി. ഈസ് ഇറ്റ് ഇനഫ്, ഇത് മതിയോ? നോ അതർ വേ, മറ്റു വഴിയില്ല. എക്സാക്ട്ലി, തീർച്ചയായും. ജസ്റ്റ് കം ഇൻ, ഇപ്പോൾ വരാം. നത്തിങ് എൽസ്, മറ്റൊന്നുമില്ല. എനിബഡി എൽസ് ദർ, അവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ സ്പൈഡർമാൻ സിനിമ കണ്ടിട്ടുണ്ടാകും അല്ലേ? അവസാന ഭാഗത്ത് സ്പൈഡർമാൻ മുകളിൽ ഒളിച്ചിരിക്കുന്നു, അവർ രക്തം താഴെ വീഴുന്നു. അങ്ങനെ അതിൻ്റെ ശാസ്ത്രജ്ഞൻ വന്ന് നോക്കുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എനിബഡി എൽസ് ദർ, അവിടെ ആരെങ്കിലും ഉണ്ടോ? ടൈറ്റാനിക്കിലും ചോദിക്കുന്നുണ്ട്, എനിബഡി എൽസ് ദർ, അവസാന രംഗത്ത്. എനിബഡി എലയോ, എനിബഡി എൽസ് ദർ, അവിടെ ആരെങ്കിലും ഉണ്ടോ? എനിത്തിങ് എൽസ് മോർ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിക്കും, സദ്യക്കൊക്കെ പോയാൽ ഇനി എന്തെങ്കിലും വേണോ? പായസം വേണോ? ചിക്കൻ വേണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വേണമെന്ന് നമുക്ക് ചോദിക്കാം. അതിന് എനിത്തിങ് എൽസ് മോർ, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? ഇറ്റ് ഈസ് അപ് ടു യു, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇറ്റ് ഈസ് അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. ദാറ്റ് ഈസ് അപ് ടു യു, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് അപ് ടു യു അല്ലെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു യു, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. വൈ നോട്ട്, പിന്നെന്താ, രണ്ടും നമുക്ക് ഉപയോഗിക്കാറുണ്ട്. വൈ നോട്ട്, പിന്നെന്താ, എന്താണ്, എന്താ, അതൊക്കെ നമ്മുടെ നാടൻ ഭാഷകൾ വരുന്നതാണ് കേട്ടോ. വൈ നോട്ട്, പിന്നെ, അല്ലെങ്കിൽ പിന്നെ എന്താണ്. ബൈ ഓൾ മീൻസ്, എല്ലാ അർത്ഥത്തിലും. ബൈ ഓൾ മീൻസ്, എല്ലാ അർത്ഥത്തിലും. നെവർ മൈൻഡ്, കാര്യമാക്കണ്ട, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. നെവർ മൈൻഡ്, കാര്യമാക്കണ്ട. കീപ്പ് ഇറ്റ് അപ്പ്, കീപ്പ് ഇറ്റ് അപ്പ്, തുടരൂ, തുടർന്നുകൊള്ളൂ. ഒരു പണി, ഓക്കെ, കീപ്പ് ഇറ്റ് അപ്പ്, തുടരൂ, നിങ്ങളുടെ പ്രവൃത്തി നടന്നോട്ടെ. എനിബഡി എൽസ് ദർ, അവിടെ ആരെങ്കിലും ഉണ്ടോ? എനിത്തിങ് എൽസ് മോർ, മറ്റെന്തെങ്കിലും വേണോ? ഇറ്റ് ഈസ് അപ് ടു യു, താങ്കളുടെ ഇഷ്ടം പോലെയാകട്ടെ. വൈ നോട്ട്, പിന്നെന്താണ്. ബൈ ഓൾ മീൻസ്, എല്ലാ അർത്ഥത്തിലും. നെവർ മൈൻഡ്, കാര്യമാക്കണ്ട കേട്ടോ. കീപ്പ് ഇറ്റ് അപ്പ്, തുടരൂ. നോട്ട് അപ് ടു ദ മാർക്ക്, പ്രതീക്ഷിച്ച അത്രയുമില്ല. നോട്ട് അപ് ടു ദ മാർക്ക്, പ്രതീക്ഷിച്ച അത്രയും ഇല്ല. വെൻ ഈസ് ഇറ്റ്, എപ്പോഴാണിത്. വെൻ ഈസ് ഇറ്റ്. വൈ ഈസ് ഇറ്റ് സോ, എന്താ അതിങ്ങനെ. വൈ ഈസ് ഇറ്റ് സോ, എന്താ അതിങ്ങനെ. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കൊടുക്കുന്ന വാക്കുകളാണ്. വൈ ഈസ് ഇറ്റ് സോ, എന്താ അതിങ്ങനെ. സീ യു ലേറ്റർ, പിന്നെ കാണാട്ടാ. സീ യു ടുമോറോ, നമുക്ക് നാളെ കാണാം. സീ യു ലേറ്റർ, നമുക്ക് പിന്നീട് കാണാം. ടുനൈറ്റ്, ഇന്ന് രാത്രി. ടുനൈറ്റ്, ഇന്ന് രാത്രി. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ഇൻ ഫാക്റ്റ്, യഥാർത്ഥത്തിൽ, സത്യത്തിൽ, യഥാർത്ഥത്തിൽ. ഇൻ ഫാക്റ്റ്. നോട്ട് അപ് ടു ദ മാർക്ക്, പ്രതീക്ഷിച്ച അത്ര ഒന്നുമില്ല. പ്രതീക്ഷിച്ച അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. നമ്മളൊരു സിനിമ കാണാൻ പോയി, പക്ഷേ ഉദ്ദേശിച്ച അത്രയൊന്നും ഇല്ലെങ്കിൽ പറയും നോട്ട് അപ് ടു ദ മാർക്ക്, പ്രതീക്ഷിച്ച അത്ര ഒന്നുമില്ല. വെൻ ഈസ് ഇറ്റ്, എപ്പോഴാണിത്. വൈ ഈസ് ഇറ്റ് സോ, എന്താ അതിങ്ങനെ. സീ യു ലേറ്റർ, പിന്നെ കാണാം. ടുനൈറ്റ്, ഇന്ന് രാത്രി. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ഇൻ ഫാക്റ്റ്, യഥാർത്ഥത്തിൽ. അറ്റ് ഫസ്റ്റ്, ആദ്യമായി. അറ്റ് ഫസ്റ്റ്, ആദ്യമായി. അറ്റ് വൺസ്, ഉടനെ. വെന്ന്, വൈൽ, അറ്റ് വൺസ്, ഇമ്മീഡിയറ്റ്ലി, അറ്റ് ദ മൂമെൻറ്റ്. അതിനൊക്കെ നമുക്ക് അറ്റ് വൺസ്, ഉടനെ എന്നാണ് അർത്ഥം. എബൌട്ട്, ഉദ്ദേശം അല്ലെങ്കിൽ ഏകദേശം. എബൌട്ട്, ഉദ്ദേശം അല്ലെങ്കിൽ
ഏകദേശം. ഓൾമോസ്റ്റ് ഏറിയ ഭാഗം. ഏറിയ ഭാഗം ഏതാണ്ട് ഒരു വിധം എന്നുള്ളതിന് ഓൾമോസ്റ്റ്. എനിവേ എന്തായാലും. എനിവേ എന്തായാലും. എനി ഹൗ എങ്ങനെയെങ്കിലും. എനി ഹൗ എങ്ങനെയെങ്കിലും. ബട്ട് എന്നാൽ. ബട്ട് എന്നാൽ. യെറ്റ് എന്നിട്ടും. അറ്റ് ഫസ്റ്റ് ആദ്യമായി. അറ്റ് വൺസ് ഉടനെ. എബൌട്ട് ഉദ്ദേശം ഏകദേശം. ഓൾമോസ്റ്റ് ഏറിയ ഭാഗം. എനിവേ എന്തായാലും. എനി ഹൗ എങ്ങനെയെങ്കിലും. ബട്ട് എന്നാൽ. യെറ്റ് എന്നിട്ടും. വൈ ഫോർ ദിസ് എന്തിനാണിത്. നമ്മൾ പറയും ഇതെന്തിനാണ്ടാ എന്ന് ചോദിക്കില്ലേ. വൈ ഫോർ ദിസ് എന്തിനാണിത്. ഇൻ നോ കേസ് ഒരു കാരണവശാലും. ഇൻ നോ കേസ് ഒരു കാരണവശാലും. ഇൻ എനി കേസ് എന്തായാലും. ഇൻ എനി കേസ് എന്തായാലും. ഇറ്റ് ഈസ് നോട്ട് സോ സോ അത്രയ്ക്ക് നല്ലതുമല്ല, അതുപോലെ തന്നെ അത്ര മോശമല്ല. ഇറ്റ് ഈസ് നോട്ട് സോ സോ അത്ര നല്ലതുമല്ല, അത്രയ്ക്കിട്ട് മോശമല്ല. സോ ബി ഇറ്റ് അങ്ങനെ ആകട്ടെന്നേ. അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയില്ല നമ്മൾ. സോ ബി ഇറ്റ് അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആകട്ടെ ഒക്കെ നാളെ പ്രയോഗം പോലെയാണ് കേട്ടോ. വൈ സോ എങ്കിലെന്താ. എങ്കിലെന്ത് അല്ലെങ്കിൽ എങ്കിലെന്താ. വൈ സോ. ഹൗ സോ അതുകൊണ്ട്. ഹൗ സോ അതുകൊണ്ട്. വൈ ഫോർ ദിസ് എന്തിനാണിത്. ഇൻ നോ കേസ് ഒരു കാരണവശാലും. ഇൻ എനി കേസ് എന്തായാലും. ഇറ്റ് ഈസ് നോട്ട് സോ സോ അത്രയ്ക്ക് നല്ലതോ മോശമോ അല്ല. സോ ബി ഇറ്റ് അങ്ങനെ ആകട്ടെ. വൈ സോ എങ്കിലെന്ത് അല്ലെങ്കിൽ എങ്കിലെന്താ. ഹൗ സോ അതുകൊണ്ട്. വാട്ട് ദെൻ എങ്കിലെന്തേ. നമ്മൾ പറയും എങ്കിലെന്തേ. വാട്ട് ദെൻ. വാട്ട് എവർ ഇറ്റ് ബി എന്തെല്ലാം ആയാലും. വാട്ട് എവർ ഇറ്റ് ബി എന്തെല്ലാം ആയാലും. ടൈം വിൽ ടെൽ നമുക്കൊടുവിൽ അറിയാം. ടൈം വിൽ ടെൽ നമുക്കൊടുവിൽ അറിയാം. ദാറ്റ് ഡസൻറ്റ് വർക്ക് അക്കാര്യം നടക്കില്ല കേട്ടാ. ദാറ്റ് ഡസൻറ്റ് വർക്ക് അക്കാര്യം നടക്കില്ല. ദാറ്റ് ഈസ് വൈ അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ. ദാറ്റ് ഈസ് വൈ അതുകൊണ്ടാണ്. അവ ചോദ്യമായി. ഈസ് ദാറ്റ് വൈ അതുകൊണ്ടാണോ. ഈസ് ദാറ്റ് വൈ അതുകൊണ്ട് ആണോ. ഹിയർ മീ ഔട്ട് പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഹിയർ മീ ഔട്ട് പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. വാട്ട് ദെൻ എങ്കിലെന്തേ. വാട്ട് എവർ ഇറ്റ് ബി എന്തെല്ലാമായാലും. ടൈം വിൽ ടെൽ നമുക്കൊടുവിൽ അറിയാം. ദാറ്റ് ഡസൻറ്റ് വർക്ക് അക്കാര്യം നടക്കില്ല. ദാറ്റ് ഈസ് വൈ അതുകൊണ്ടാണ്. ഈസ് ദാറ്റ് വൈ അതുകൊണ്ടാണോ. ഹിയർ മീ ഔട്ട് പ്ലീസ് ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ. ഇത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയിൽ ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. അവ സംസാരിക്കുമ്പോൾ ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് ഇംഗ്ലീഷിനൊരു സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 1 മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രയോഗവുമായി വരുന്നവരെ ബൈ.